ഒരു ഉമ്മയും ഒരു ഉപ്പയും ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടെ ബാക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ, പടച്ചോനെ എൻ്റെ മക്കൾ ഏത് രൂപത്തിലാകും, ഏത് രൂപത്തിലാണ് എന്ന തരത്തിൽ ആശങ്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. ഇവിടെ ഏതൊരു കുട്ടിയും കുഞ്ഞാകുന്ന സമയത്ത് ആ കുഞ്ഞിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് അവളുടെ ഉമ്മയും ഉപ്പയും തന്നെയാണ്. എൻ്റെ ഉമ്മച്ചി, എൻ്റെ ഉപ്പച്ചി എന്നൊക്കെയാണ് നമ്മുടെ കുട്ടികൾ നമ്മളെക്കുറിച്ച് പറയാറുള്ളത്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ സ്കൂളിലോ മദ്രസയിലോ കിൻഡർ ഗാർഡൻ KG തലങ്ങളിലോ പ്ലേ സ്കൂളുകളിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അപ്പം പറയുന്ന ഒരു ടോണുണ്ട്. എൻ്റെ മേമ്, എൻ്റെ മിസ്സ്, എൻ്റെ മാഡം, എൻ്റെ ഉസ്താദ് എന്ന് വെച്ചാൽ കുട്ടികൾ കുറച്ചുകൂടെ വലുതാവുന്നതിനനുസരിച്ച് സ്വാഭാവികമായും കുട്ടിക്ക് വലുത് വാപ്പയും ഉമ്മയും മാറി അവൻ്റെയും അവളുടെയും ഗുരുക്കന്മാരോട് കൂടുതൽ ഇഷ്ടം വരുന്നൊരു സമയമുണ്ട്. എന്നാൽ അതും ഒരു പരിധിവരെ ആ കുട്ടിയുടെ LP UP തലങ്ങളിലേക്കെത്തലോടുകൂടെ അത് തീരും. മൂന്നാമത്തെ സ്റ്റെപ്പിലെത്തുമ്പോൾ ഏത് കുട്ടിക്കും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ചങ്ക് ബ്രോ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുക. ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ മക്കൾ എത്തുന്ന സന്ദർഭത്തിലാണ്, അല്ലെങ്കിൽ ശരാശരി നമുക്ക് ഒരു 35-40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ മക്കൾ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മളിങ്ങനെ ബാക്കിലേക്ക് ചിന്തിക്കുക, പടച്ചോനെ ഈ പോക്ക് പോയാൽ ഞാൻ കുടുങ്ങുമല്ലോ, ഓൻ്റെ പോക്ക് ശരിയല്ലല്ലോ, അവളുടെ പോക്ക് റെഡിയല്ലല്ലോ, ഈ ഒരു കോലത്തിലാണെങ്കിൽ 8ൻ്റെ പണി കിട്ടല്ലോ എന്ന തരത്തിൽ നമ്മൾ ആശങ്കപ്പെടുന്ന സമയമാണ്. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തിലെ ഉമ്മമാരോടും ഉപ്പമാരോടും സഹോദരന്മാരോടും ഉണർത്താനുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആശങ്കപ്പെടാനില്ല. ഇന്നിൻ്റെ മക്കളായ ആൺകുഞ്ഞിനെ, കൗമാരത്തിലുള്ള ആൺകുട്ടിയെ വേറിട്ടറിയണം. കൗമാരത്തിലുള്ള പെൺകുട്ടിയെ ഒന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നങ്ങൾ തീരും. ഇവിടെ എൻ്റെ ഉപ്പമാർ ശ്രദ്ധിക്കേണ്ടത്, വാപ്പയും പെൺകുട്ടികളും തമ്മിൽ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ഉമ്മമാരും ആൺകുട്ടികളും തമ്മിൽ കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. സ്കൂളിൽ നമ്മുടെ മകൻക്ക് ഒരു 50 രൂപ വേണമെങ്കിൽ നമ്മുടെ മകൻ നേരെ ചെല്ലൽ ഉമ്മൻ്റെ അടുത്തേക്കാണ്. ഉമ്മനോട് പറയും, ഉമ്മച്ചി എനിക്ക് സ്കൂളിലേക്ക് ഒരു 50 രൂപ വേണം. ആ സമയത്ത് നമ്മുടെ ഭാര്യ, കുട്ടിയുടെ ഉമ്മ നമ്മളെ വിളിക്കുന്നൊരു പേരുണ്ട്, ഏയ് ഇങ്ങോട്ട് നോക്കി മനുഷ്യ കൂയി. നമ്മളെ പേര് വീട്ടിൽ അങ്ങനെയാണല്ലോ, അങ്ങാടിയിൽ പല പേരുണ്ടെങ്കിലും വീട്ടിൽ ഏയ് മനുഷ്യ ഇങ്ങോട്ട് നോക്കി. എന്നിട്ട് നമ്മളെ വിളിച്ചിട്ട് നമ്മോട് പറയും, മാനൂന് 50 റുപ്യ വേണമല്ലോ. എന്നിട്ട് നമ്മൾ കീശയെന്ന് 50 റുപ്യ പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട് ഓളത് കുട്ടിൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആൺകുട്ടികൾ. പെൺകുട്ടിക്കാണ് 50 രൂപ സ്കൂൾക്ക് വേണ്ടതെങ്കിലോ അവൾ നേരെ ഓടി വരും, വാപ്പൻ്റെ മടിയിലിരിക്കും, വാപ്പക്കൊരു മുത്തം കൊടുക്കും. എന്നിട്ട് പക്ഷെ എനിക്കൊരു 50 റുപ്യ വേണം സ്കൂൾക്ക്, എനിക്ക് ടൂറിന് 5000 വേണം, നമ്മൾ എടുത്തു കൊടുക്കും. ആൺകുട്ടികൾ വളഞ്ഞിട്ട് ഉമ്മയിലൂടെയാണ് അത് സാധിക്കലെങ്കിൽ പെൺകുട്ടികൾ നേരെ ഇരിക്കും. അതായത് വാപ്പമാരും പെൺകുട്ടികളും തമ്മിൽ വലിയ അറ്റാച്ച്മെൻ്റാണ്, ഉമ്മമാരും ആൺകുട്ടികളും തമ്മിൽ വലിയ അറ്റാച്ച്മെൻ്റാണ്. ഇത് ശരിക്കും ബോധ്യപ്പെടുകയും പുതിയ കാലത്തെ മകനെയും മകളെയും ആ അർത്ഥത്തിൽ ഒരു ഉമ്മയും ഒരു ഉപ്പയും ചേർത്ത് പിടിക്കുന്നിടത്ത് നമ്മുടെ ആശങ്കകൾക്ക് പരിഹാരമാകും. ഞാൻ എൻ്റെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ആധുനിക കാലഘട്ടത്തിലെ കൗമാരക്കാരായ പെൺകുട്ടിയെ ഒരു തട്ടിലും ആൺകുട്ടിയെ ഒരു തട്ടിലും ഞാൻ വെച്ച് നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരാം. നമ്മുടെ പെൺമക്കളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണേ. ഏകദേശം നമ്മുടെ ഇന്നത്തെ കൗമാരത്തിലുള്ള പെൺകുട്ടികൾ, ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ഏകദേശം പരിഹാരങ്ങളില്ലാത്ത 6 പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. നമ്മൾ ഇന്നേ വരെ മനസ്സിലാക്കിയിട്ടില്ല അവരിങ്ങനെയാണെന്ന്. നല്ലോണം ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കൾ, നമ്മുടെ ചോരയിൽ നമ്മൾ ജന്മം നൽകിയ നമ്മുടെ പെൺകുട്ടികൾ, കൗമാരത്തിലുള്ള നമ്മുടെ മക്കൾ പരിഹാരങ്ങളില്ലാത്ത 6 പ്രശ്നങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. പരിഹാരമില്ല അതിനക്ക്. നമ്മുടെ കുഞ്ഞിനൊരു ഓർണമെന്റ്സ് വേണമെങ്കിൽ നമ്മൾക്കത് വാങ്ങിക്കൊടുക്കാനുള്ള പണമില്ലെങ്കിൽ ഒരു പേടിയും വേണ്ട. ഈ കുടുംബം അതിന് പ്രതിജ്ഞാബദ്ധമാണ്. അവരത് കളക്ട് ചെയ്തിട്ട്, ക്യാഷ് കളക്ട് ചെയ്ത് അത് വാങ്ങിക്കൊടുക്കും. നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു ഡ്രസ്സാണെങ്കിൽ അത് വാങ്ങിക്കൊടുക്കാൻ ആളുകളുണ്ട്. അതിനൊക്കെ പരിഹാരങ്ങളുണ്ട് അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും. പക്ഷേ
പരിഹാരങ്ങളില്ലാത്ത ചില മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് ഒരു ഉപ്പ കുടുംബത്തിലെ വാപ്പ അറിഞ്ഞിരിക്കണം. അതിലെ ഒന്നാമത്തെ സംഗതി, പെൺകുട്ടികൾ ഇവിടെ ഉണ്ടാകും, അവരുടെ ഉമ്മമാർ ഇവിടെ ഉണ്ടാകും. എൻ്റെ സഹോദരിമാരോട്, എൻ്റെ പെങ്ങന്മാരോട് ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. മക്കളെ, നിങ്ങൾ കൈവന്തിക്കൂലേ? കൈവന്തിക്കൂലേ? എസ് ഓർണോ? എസ് ഓർണോ? ഒന്നും കൂടെ ലൗഡ്ലി എസ് ഓർണോ? യെസ്. താങ്ക് യു മക്കളെ. എൻ്റെ ചോദ്യം ഇതാണ്, ജീവിതത്തിൽ ഞാനിങ്ങനെ വലുതായി 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 വന്ന സമയത്ത് എനിക്കൊരു പെണ്ണായിട്ട് ജനിക്കേണ്ടിയിരുന്നില്ല, എനിക്കൊരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച മക്കളൊന്ന് കൈവന്തിച്ചേ. വാപ്പമാരെ നോക്കേണ്ടത് ഈ കൈകളിലേക്കാണ്. സത്യസന്ധമായിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് പൊന്തിച്ചോളൂ. അത് പോസിറ്റീവാണ്, ഒരിക്കലും നെഗറ്റീവ് അല്ല. ധൈര്യമായിട്ട് പൊന്തിച്ചോളൂ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, പെണ്ണായിട്ട് ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് ആഗ്രഹിച്ച നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ മക്കളാണ്. ഈ ഇരിക്കുന്ന ഉപ്പമാരോടും ഈ ഇരിക്കുന്ന എൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരോടാണ് ഞാൻ ഇവരെ കൈ ചൂണ്ടിയിട്ട് പറയുന്നത്. മക്കളെ, കൈ താത്തിക്കോളൂ. എന്താ കാരണം? ഏറ്റവും നല്ല ജന്മം ഇസ്ലാമിൻ്റെ വാഹകരായ നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കിക്കോളൂ, ഏറ്റവും നല്ല ജന്മം സ്ത്രീ ജന്മമാണ്. കാരണം 3 കാര്യം ചെയ്താൽ സ്വർഗത്തിൻ്റെ 8 കവാടത്തിലൂടെയും അവർക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് 63 വർഷക്കാലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും കള്ളം പറയാത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം, 3 കാര്യം ചെയ്താൽ മതി അവർക്ക് സ്വർഗത്തിലേക്ക് യഥേഷ്ടം പോകാം. ഒന്ന് 5 വക്ത് നിസ്കാരമാണ്, രണ്ടാമത്തത് റംളാ മാസത്തിലെ നോമ്പാണ്, മൂന്നാമത്തെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച് കൂടെ നിന്ന് ജീവിക്കുക. ഇത് 3 പ്രയാസമല്ലല്ലോ. അവർക്ക് സ്വർഗത്തിലേക്ക് പോകാം. നമുക്ക് ആണുങ്ങളായി പഠിച്ച നമുക്ക് 3 അല്ല 30 അല്ല 300 അല്ല 3000 അല്ല 30,000 അല്ല 3 ലക്ഷമല്ല 30 ലക്ഷമല്ല, നമുക്ക് അങ്ങനെ ഓഫർ അള്ളാഹുവിന്റെ ഹബീബ് തന്നിട്ടില്ല. 3 പ്രാവശ്യം ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, നീ നിന്റെ ഉമ്മയോടെ കടപ്പെട്ടത്, ഉമ്മയെ സ്നേഹിക്കണം, ഉമ്മയെ സ്നേഹിക്കണം. 4ാമത് അബൂക്ക, ജന വാപ്പനമാണെന്ന് പരിഗണിച്ചാളെ. ഒരു മനുഷ്യനോട് ദീന് പറയുന്നത് അങ്ങനെയാണ്. ഇത്രമേൽ നല്ല സുന്ദരമായ ഈ മതത്തിൻ്റെ അടിമകളും ഉടമകളുമായ നമ്മുടെ ഈ സഹോദരിമാര്, നമ്മുടെ ഈ പെൺമക്കൾ, ഉപ്പമാരെ, അവരാഗ്രഹിക്കുന്നത് എനിക്ക് ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, പെണ്ണായി ജനിക്കേണ്ടിയിരുന്നില്ല. എന്താ കാരണം? ഉപ്പമാരെ നിങ്ങൾ ആലോചിച്ചാലേ, നമ്മുടെ മക്കൾ എന്തുകൊണ്ടാണ് ആണായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു ആഗ്രഹിക്കുന്നതിന് പിന്നിലെ കാരണമുണ്ട്. ഫ്രീഡംലെസ്. പെൺകുട്ടികളോട് ചോദിച്ചാൽ അറിയാം. കഴിഞ്ഞ 9 വർഷമായിട്ട് കൗൺസിലിംഗ് ട്രെയിനിങ് മേഖലയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ വിഷയം വെക്കുന്നത്. നമ്മുടെ മക്കളോട് ചോദിച്ചാൽ പറയും, ഇല്ല മക്കളെ, എന്തുകൊണ്ട് നിങ്ങൾ ആണായി ജനിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാ? ഫ്രീഡംലെസ് അല്ലേ? ആണോ അല്ലേ? എസ് ഓർണോ? ഉറക്കപ്പറ, എസ് ഓർണോ? എന്താ ഈ ഫ്രീഡംലെസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മുടെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നത് എന്തെന്ന് അറിയോ? അല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള സംഗതി, ആണായി ജനിച്ചാൽ എന്ത് സുഖ, ഓനക്ക് എപ്പോൾ വേണമെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാ, എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് കയറി വരാം, ഫ്രണ്ട്സിൻ്റെ കൂടെ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എനിക്ക് പിക്നിക്കിന് പോവാ, കറങ്ങാൻ പോവാ, കറങ്ങി നടക്കുക, ജോലി എടുക്കുക, എന്ത് സാധനങ്ങൾ വാങ്ങിക്കഴിക്കുക, അവർക്ക് എല്ലാത്തിനും ഫ്രീഡാണ്. ഞങ്ങളോ കയറില്ലാണ്ട് കെട്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം, ഇങ്ങോട്ട് തിരിഞ്ഞാൽ പ്രശ്നം. നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം നമ്മുടെ പെൺകുട്ടികളോട് വീട്ടിൽ ക്രൂരത കാണിക്കുന്നു എന്ന്. കൃത്യമായി ഞാനൊരു ഉദാഹരണം പറയാം.